എല്ലാ പ്രേക്ഷകർക്കും വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 26, സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. അപ്പോൾ ഇന്ന് അഷ്ടമി രോഹിണിയാണ്. സാധാരണ നമ്മൾ ഒരു വിശേഷം പറയുന്ന സമയത്ത് എല്ലാ വർഷവും പറയുന്നൊരു വിശേഷമാണ് അഷ്ടമി രോഹിണി. നിങ്ങൾക്കൊക്കെ അറിയാം, വിശ്വാസികൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മനാളാണെന്ന്. ഭഗവാന്റെ ജയന്തി, അതായത് ജനിച്ച ദിവസം, ജന്മദിനം. അപ്പോൾ അത് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രാവിലത്തെ വൈബൊന്നുമല്ല, വൈകിട്ടുണ്ടാകും കേട്ടോ. നാടും നഗരവും ഒക്കെ അമ്പാടിയായി മാറും. നമ്മൾ എല്ലാ ആളുകളും, ജാതിയും മതമൊക്കെ എല്ലാ ചിന്തകളും വെടിഞ്ഞിട്ട് ഒരുമിച്ചിട്ട് ശ്രീകൃഷ്ണവേഷം കാണാനും അതിൻ്റെ കൃഷ്ണലീലകളെക്കുറിച്ച് അറിയാനും ഗോപികമാരും കണ്ണന്മാരും ചേർന്ന് നാടും നഗരമൊക്കെ അമ്പാടിയാക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് അല്പസമയം കഴിഞ്ഞാൽ വൈകിട്ടോട് കൂടി ഒരു 4 മണിയോട് കൂടിയിട്ട് അതൊക്കെ പോകും. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ പറമ്പിൽ ബസാർ ചില വീടുകളിലൊക്കെ, പിന്നെ ഈ ബാലഗോകുലത്തിൻ്റെ ആളുകളെ വീടുകളിലൊക്കെ വൈകിട്ടേക്ക് തയ്യാറാക്കുന്ന ഘോഷയാത്രയിൽ, ശോഭായാത്രയിൽ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മളെ ഈ സ്ലോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തയ്യാറാക്കുകയാണ്. അതിൽ പിന്നെ ഗരുഡൻ്റെ പുറത്തേറിയ വിഷ്ണുരൂപം, പിന്നെ ശ്രീകൃഷ്ണ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളെ നഗരവീഥികളെ കീഴടക്കും. നമ്മളെ മനസ്സും കണ്ണും ഒക്കെ കീഴടക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല. അത് മുന്നോടിയായിട്ട് എൻ്റെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ഗോപൂജ, പറമ്പിൽ ബസാർ വീട്ടുപുരൻ്റെ താഴും ആ ഭാഗത്ത് നടന്ന ഗോപൂജ, അർജുന വിഷ്വൽ ഒന്ന് കൊടുക്കാൻ നമുക്ക് സുഹൃത്ത് അയച്ചെന്നാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഗോപൂജയുടെ ശ്രീകൃഷ്ണജയന്തിക്ക് മുന്നോടിയായിട്ട് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എൻ്റെ നാട്ടിലെ പറമ്പിൽ ബസാർ നടന്നൊരു ദൃശ്യം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിർത്തി അയച്ചു എന്നാണ്. അപ്പം നമ്മളിത് തുടങ്ങാനുള്ള കാരണം, ഈ ഒരു കാര്യത്തിൽ തുടങ്ങാമെന്നുള്ള കാര്യം, ഇന്ന് വൈകിട്ടോട് കൂട്ടിയിട്ട് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നാട് നഗരമൊക്കെ തിരക്കിലേക്കും. അതിങ്ങനെ പറയാം നമുക്ക്. കുഞ്ഞുകൈകളിൽ ഓടക്കുഴലുമായി വാർമുടിക്കെട്ടിൽ മയിൽപ്പീലി വെച്ച് കള്ളച്ചിരിയുമായി കുഞ്ഞു അമ്പാടിക്കണ്ണന്മാരും ഗോപികുമാരും നഗരവീഥികൾ കീഴടക്കും. അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ നഗരവീഥികളും ക്ഷേത്രമുറ്റങ്ങളും ഭക്തമനസ്സുകളിൽ ആനന്ദ കാഴ്ചയൊരുക്കും. നാടെങ്ങും ഉണ്ണിക്കണ്ണനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വർണ്ണശബളമായ ഘോഷയാത്രകളാണ് ജില്ലയിൽ അരങ്ങേറുക. ബാലഗോകുലം കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. മുഴുവൻ ആഘോഷങ്ങളിലും വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി സ്നേഹനിധി സമർപ്പണം കൂടി നടത്തുന്നുണ്ട്. ഒരു മാനവികതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു പരിപാടി കൂടിയായിട്ട് ഇന്നത്തെ ശോഭയാത്ര മാറുന്നു എന്ന് ചുരുക്കം. അപ്പോൾ പരിസ്ഥിതിയെയും ദേശീയതയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം അതാണ്. നഗരത്തിൽ വെള്ളയിൽ തുടിയിൽ ഭഗവതി ക്ഷേത്രം, അഴകൊടി ദേവി ക്ഷേത്രം, എരഞ്ഞിപ്പാലം തായാട്ട് ഭഗവതി ക്ഷേത്രം, ആഴ്ചവട്ടം ഹിന്ദു സേവാ സമിതി, പന്ന്യാഗ്ര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്രകൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്രയുമായി സംഗമിച്ച് മഹാശോഭായാത്രയായി മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് ഒരുക്കുന്ന അമ്പാടിയിൽ പ്രസാദ വിതരണത്തോടുകൂടി സമാപിക്കും. പെരുമണ്ണയിൽ 14 പ്രാദേശിക ശോഭയാത്രകൾ പെരുമണ്ണ ക്രഷറിൻ്റെ സമീപത്ത് എത്തിച്ചേർന്ന് മഹാശോഭയാത്രയായിട്ട് പെരുമണ്ണ അങ്ങാടിയിൽ കൂടി പെരുമണ്ണ മില്ലിനടുത്തും തിരിച്ച് പെരുമണ്ണ UP സ്കൂളിൽ സമാപിക്കും. പാലാഴി പയ്യടിമേത്തൽ ഭാഗങ്ങളിലെ 8 പ്രാദേശിക ശോഭയാത്രകൾ വടക്കേച്ചാലിൽ റോഡിൽ മഹാശോഭയാത്രയായി പാലാഴി ബൈപ്പാസിൽ നിന്ന് തിരിച്ച് പാലാഴി മഠം വിഷ്ണു ക്ഷേത്രത്തിൽ സമാപിക്കും. കുന്നത്തുപാലം ഒളവണ്ണ മേഖലയിൽ 18 പ്രാദേശിക ശോഭായാത്രകൾ മാത്ര എത്തി മഹാശോഭയാത്രയായി കുന്നത്തുപാലം വഴി പാലക്കുറുമ്പ ക്ഷേത്രത്തിൽ സമാപിക്കും. ഇതൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതൊരു ഗൂഗിൾ മാപ്പ് പോലെയൊക്കെ നിങ്ങൾ എടുക്കുക. ഇന്നത്തെ ശോഭയാത്രയുടെ, ബാലഗോകുലത്തിൻ്റെ ശോഭയാത്രയുടെ ഒരു കൃത്യവിവരണമാണ് കോഴിക്കോട് ജില്ലയിലെ നമ്മളെ നഗരപരിധിയിലുള്ള. ഇപ്പോൾ കോവൂർ വിഷ്ണുക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര മെഡിക്കൽ കോളേജ് വഴി കോവൂരിൽ സമാപിക്കും. മുണ്ടിക്കൽ താഴിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര ചെലവൂരിൽ സമാപിക്കുന്നു. വെള്ളിപറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര ചെലവൂരിലും, കുരുവട്ടൂർ ശ്രീ പുല്ലാട്ട് ഭഗവതി ക്ഷേത്രം, എൻ്റെ നാട് കൂടിയാണ് കേട്ടോ, കുരുവട്ടൂർ ശ്രീ പുല്ലാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രധാന ശോഭയാത്ര പൊട്ടമുറി ജംഗ്ഷനിൽ പടിഞ്ഞാറ്റുമുറി ശ്രീ കൊളായിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രയുമായും മല്ലിശ്ശേരി താഴത്ത് നിന്ന് എൻ്റെ വീടിൻ്റെ ഭാഗം എത്തുമ്പോൾ, മല്ലിശ്ശേരി താഴത്ത് എത്തുമ്പോൾ ചെറുവറ്റ മഠത്തിൽ കുന്നുമ്മൽ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രയുമായും പറമ്പിൽ ബസാർ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തുമ്പോൾ കിരാലൂർ കരമ്പയിൽ മുക്കിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്രയുമായും കൂടിച്ചേർന്ന് മഹാശോഭയാത്രയായി പറമ്പിൽ ബസാർ അമ്പാടിയിൽ പ്രസാദ വിതരണത്തോടെ സമാപിക്കും. മലാപ്പുറമ്പ് വനിതാ പോളിടെക്നിക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്ര പാറോപ്പടി വഴി വെള്ളുമാടുകുന്ന് മാതാ അമൃതായി മഠത്തിലും, പിലാഞ്ചേരിപ്പൊയിലിൽ ഭഗവതിക്കാവിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്ര കാരന്തൂർ ഹരഹര മഹാദേവ ക്ഷേത്രത്തിലും സമാപിക്കും എന്നതാണ് ഇന്നത്തെ കോഴിക്കോട് നഗരപരിധിയിലും നഗരത്തിലുമൊക്കെയുള്ള ശോഭയാത്രയെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പ്. ഈ ചെറിയ കുറിപ്പായിട്ട് കാണണ്ട, നിങ്ങളിത് വാട്സപ്പിലൊക്കെ, നമ്മളിപ്പോൾ കോഴിക്കോട് വിഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ എന്നെ തത്സമയം കാണുന്നു, നമ്മളെ വാർത്താപ്രഭാതം നിങ്ങൾ കാണുന്നു, ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് കാണും. അപ്പോൾ ഈ ഒരു വാർത്ത ക്ലിപ്പിംഗ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. കാരണം ശോഭയാത്ര എവിടെയൊക്കെ തുടങ്ങുന്നു, എവിടെയൊക്കെ സമാപിക്കുന്നതെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകരിൽ നമ്മൾ നഗരപരിധിയിൽ കേട്ടോ, നഗരപരിധിയിൽ നമ്മൾ റൂറൽ ഭാഗത്തേക്ക് പോയിട്ടില്ല. അത് മുഴുവൻ പറയുകയാണെങ്കിൽ 1000ഓളം മഹാശോഭയാത്രകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ബാലഗോകുലം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വൈകിട്ട് നമുക്കൊക്കെ ഒരുമിച്ചിട്ട് നമ്മളിന്ന് തത്സമയ പരിപാടിയുണ്ട് കോഴിക്കോട് വിഷൻ ചാനലിൽ, കേരള വിഷൻ ബോക്സിൽ, സെറ്റ് ടോപ്പ് ബോക്സിൽ ചാനൽ നമ്പർ 3, ആ കോഴിക്കോട് വിഷൻ ചാനലിൽ 4 മണി മുതൽ
മഹാശോഭയാത്രയുടെ കോഴിക്കോട് നഗരത്തിൽ തത്സമയമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ കഴിഞ്ഞ തവണ മഴയൊക്കെ ആയിരുന്നു, നിങ്ങൾക്കറിയാലോ, ചില ഭാഗങ്ങളൊക്കെ നല്ല മഴ പെയ്തു, അമ്പാടിക്കണ്ണന്മാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. ഇത്തവണ എനിക്ക് തോന്നുന്നു മഴയൊക്കെ ഒന്ന് കുറവാണ്, നല്ല അന്തരീക്ഷത്തിൽ. കാരണം ഇന്നത്തെ മഹാശോഭയാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വയനാടിനെ ചേർത്ത് പിടിക്കാൻ, വയനാടിനെ പുനരധിവാസത്തിന് കൈ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഒരു കടമയിലേക്ക് പോകുന്നു. അതുകൂടി ഇന്ന് നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ശോഭയാത്രയ്ക്കുണ്ട്. ഏതായാലും വിശ്വാസികൾക്ക് ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്.